ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയാം കമ്പനി ഓഡിറ്റ് റിപ്പോർട്ട് ആൻഡ് സർട്ടിഫിക്കറ്റ്. കമ്പനി ഓഡിറ്റ് റിപ്പോർട്ട് ആൻഡ് സർട്ടിഫിക്കറ്റ്. നമുക്കറിയാം, ഒരു ഓഡിറ്ററിനെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് കറക്റ്റ് ആണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടില്ലേ? റിഗാർഡിങ് ദ അക്കൗണ്ട്സ്, ഒരു സ്ഥാപനത്തിലുണ്ടാകുന്ന എല്ലാ അക്കൗണ്ട്സുകളും കാര്യങ്ങളും പ്രോപ്പറായിട്ട് തന്നെയാണോ മൂവ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരാളാണ് ഓഡിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരാൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ഓഡിറ്റർ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓഡിറ്റർ കമ്പനിക്ക് കുറച്ച് റിപ്പോർട്ടുകൾ പ്രൊവൈഡ് ചെയ്യണം. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അതായത് റിപ്പോർട്ട് ഈസ് അഡ്രസ്ഡ് ടു ഷെയർ ഹോൾഡേഴ്സ് ഈവൻ ഇഫ് ഹീ ഈസ് അപ്പോയിൻറ്റഡ് ബൈ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആസ് ഇൻ ദ കേസ് ഓഫ് ഫസ്റ്റ് ഓഡിറ്റർ അപ്പോയിൻറ്റഡ് ഇൻ കാഷ്വൽ വാക്കൻസി. അതായത് ഒരു കമ്പനിയിൽ ഉണ്ടാകുന്ന ഓഡിറ്റ് നടത്തുമ്പോൾ അതിലുള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് വേണ്ടിയിട്ട് നമ്മളതിൽ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. അതാണ് ഒരു ഓഡിറ്ററുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ചില കേസുകളിൽ എന്താ പറയുക, പെർമനൻ്റ് ആയിട്ടുള്ളൊരു ഓഡിറ്ററാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ റിപ്പോർട്ട് ഷെയർ ഹോൾഡേഴ്സിന് ഡയറക്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല. പക്ഷേ ഇറ്റ് ഈസ് ഹാൻഡഡ് ഓവർ ടു ദ സെക്രട്ടറി ഓർ സം അതർ റെസ്പോൺസിബിൾ ഓഫീസർ ഓഫ് ദ കമ്പനി. വേറെ പല റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഓഫീസർമാർക്ക് നമ്മൾ ചിലപ്പോൾ റിപ്പോർട്ട് സെൻഡ് ചെയ്യേണ്ടത്. ഇനി എന്തെങ്കിലും സ്പെഷ്യൽ കേസിൽ ഷെയർ ഹോൾഡേഴ്സ് ആണ് ഇതുപോലെ ഒരു ഓഡിറ്റർ വെച്ചെങ്കിൽ നമ്മൾ അവർക്ക് റിപ്പോർട്ട് കൈമാറേണ്ടി വരും. So it is the duty of the directors of the company to send auditors report including balance sheet and profit and loss account to the shareholders within 21 days. ആ ഡയറക്ടർമാരുടെ ഡ്യൂട്ടിയാണ് എന്ത്, ഓഡിറ്റ് റിപ്പോർട്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ആർക്ക് 21 ദിവസത്തിനുള്ളിൽ അയച്ചു കൊടുക്കുക എന്നുള്ളത്, ഷെയർ ഹോൾഡേഴ്സിന് അയച്ചു കൊടുക്കുക എന്നുള്ളത്. അല്ലാതെ ഒരു ഓഡിറ്റർ ഡയറക്റ്റായിട്ട് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ഇനി എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഒരു നല്ല ഓഡിറ്റ് റിപ്പോർട്ടിന് ഉള്ളത്? നമുക്ക് കുറേയൊക്കെ അറിയാൻ പറ്റും. ഇറ്റ് ഷുഡ് ബി അക്കൈൻ വിത്ത് ട്രൂ ആൻഡ് ഫെയർ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ്, അല്ലേ? സത്യസന്ധമായ കാര്യങ്ങളായിരിക്കണം അതിൽ ഉണ്ടാക്കേണ്ടത്. ആൻഡ് എക്സിബിറ്റ് ട്രൂ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ കമ്പനി. കമ്പനിയുടെ നിലവിലുള്ള സത്യസന്ധമായിട്ടുള്ള ഫിനാൻഷ്യൽ പൊസിഷനാണ് അത് റിവീൽ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇറ്റ് ബേസ്ഡ് ഓൺ ഫാക്ച്വൽ ഇൻഫർമേഷൻ. അതുപോലെ തന്നെ ഒപ്പീനിയൻ ഓഫ് ദ ഓഡിറ്റർ ഓൺ ദ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ഓഫ് ദ കമ്പനി ഷുഡ് എക്സ്പ്രസ്. ഓഡിറ്റർക്ക് അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ അഫയേഴ്സിനെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഷുഡ് ബി ഫോഴ്സ്ഫുൾ ആൻഡ് കൺവിൻസിങ് ആയിരിക്കണം, അല്ലേ? നമ്മൾ എന്തെങ്കിലും റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കൺവിൻസിങ് ആയിരിക്കണം. ആൻഡ് ആൾസോ ജസ്റ്റിഫൈങ് ദ ബെനിഫിറ്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് നോട്ട് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ ഡയറക്ടേഴ്സ്. ഒരിക്കലും ഡയറക്ടേഴ്സിൻ്റെ ബെനിഫിറ്റിനുള്ള രീതിയിലുള്ള സജഷൻസ് ആവരുത്, ഷെയർ ഹോൾഡേഴ്സിന് ബെനിഫിറ്റുള്ള രീതിയിലുള്ള സജഷൻസ് ആയിരിക്കണം നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഫ്രീ ഫ്രം മിസ്റ്റേക്ക് ആയിരിക്കണം. അതുപോലെ തന്നെ ടൈംലി സജഷൻ ഫോർ ഇമ്പ്രൂവ്മെൻറ്റ്. നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് കൊടുക്കണം. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ട് കാര്യമില്ല. പിന്നെ പറയുന്നത് ഇറ്റ് ഷുഡ് ബി ബ്രീഫ് ആൻഡ് നോട്ട് ലെങ്തി ആൻഡ് ഇറ്റ് ഷുഡ് ബി ദ എൻഡ് പാർട്ട് ഓഫ് ദ ഓഡിറ്റ് വർക്ക് ആൻഡ് ഇറ്റ് ഷുഡ് റിഫ്ലക്ട് ദ റിസൾട്ട് ഓഫ് ദ ഓഡിറ്റ്. ഒരു ഓഡിറ്റ് വർക്കിൻ്റെ എൻഡ് പാർട്ട് എന്ന് പറയുന്നത് നമുക്ക് എന്തിനെ പറയാം, ഓഡിറ്റ് റിപ്പോർട്ടിന് പറയാം. അതുകൊണ്ട് തന്നെ അതിലൂടെ നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്താണ്, ആ ഓഡിറ്ററുടെ അല്ലെങ്കിൽ ഓഡിറ്റ് നടന്ന വഴികളും അല്ലെങ്കിൽ ആ ഓഡിറ്ററുടെ കഴിവിനെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഗുഡ് റിപ്പോർട്ടിന് വേണ്ടത്. ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ വരുന്ന കണ്ടൻസ് എന്തൊക്കെയാണ്? വാട്ട് ആർ ദ കണ്ടൻസ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട്? The auditor has obtained all the information and explanation that the considers necessary for the audit. അതിൽ ഓഡിറ്റിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കണം. പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട്, നിയമപ്രകാരം ഏതൊക്കെ ബുക്സ് ഓഫ് അക്കൗണ്ടാണ് ചെയ്തതെന്നുള്ളത് അതിൽ പ്രത്യേകം പറഞ്ഞിരിക്കണം. whether the accounts of the branches have been audited or have been accepted from the audit. ഏതെങ്കിലും ബ്രാഞ്ചസ് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രാഞ്ചസ് നമ്മൾ ഓഡിറ്റ് ചെയ്തിട്ടുണ്ടോ അത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതുപോലെ ബുക്സിൽ വരുന്ന എഗ്രിമെൻറ്റുകളെല്ലാം നമ്മൾ ബ്രാഞ്ചസിലേക്ക് തിരിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യാം. അതുപോലെ തന്നെ വെദർ ഇനി അതർ സ്റ്റേറ്റ്മെൻറ്റ് ഹാസ് ബിൻ ഇൻക്ലൂഡഡ്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും തീരുമാനപ്രകാരമൊക്കെ നമ്മൾ വേറെ ഏതെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും കമ്പനീസ് ആക്ട് പ്രകാരം തന്നെയാണ് ചെയ്യണതെന്നും, അതുപോലെ ബാലൻസ് ഷീറ്റിലുള്ളത് ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണെന്നും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണെന്നൊക്കെ നമ്മൾ ഫിനാൻഷ്യൽ ഇയറിലുള്ള കറക്റ്റ് തന്നെയാണെന്നുള്ളത് നമ്മൾ പ്രത്യേകം പരാമർശിക്കുക. ആൻഡ് അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഓഫ് കംപ്ലയൻസ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് നമ്മളതിൽ പ്രൊവൈഡ് ചെയ്യുക. ഇത്രയും കണ്ടൻറ്റാണ് നമ്മുടെ ഒരു ഓഡിറ്റ് റിപ്പോർട്ടിൽ വേണ്ടത്.
ഇനി സിഗ്നേച്ചർ ഓൺ ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ദ റിപ്പോർട്ട് ഷുഡ് ബി സൈൻ ബൈ ദ കമ്പനീസ് ഓഡിറ്റർ ഇൻ ദ കേസ് ഓഫ് ഫേം ഓഡിറ്റേഴ്സ് ഓൺലി എ പാർട്ട്ണർ ഇൻ ദ ഫേം ഷുഡ് സൈൻ ഇൻ ദ ഓഡിറ്റ് റിപ്പോർട്ട്. ഓക്കെ, കമ്പനിയിലാണെങ്കിൽ ഓഡിറ്റ് സൈൻ ചെയ്യുക, ഫേമിലാണെങ്കിൽ അതിൻ്റെ ഒരു പാർട്ട്ണറോ ഏതെങ്കിലും ഒരു പാർട്ട്ണറും കൂടി സൈൻ ചെയ്യുക. ഇനി ടൈപ്സ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട്. ടൈപ്സ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട്. ഓഡിറ്റ് റിപ്പോർട്ട് പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണ് വരുന്നത്. ഒന്ന് ക്ലീൻ അല്ലെങ്കിൽ പോസിറ്റീവ്, അൺക്വാളിഫൈഡ് ആൻഡ് കൺവെൻഷണൽ. ക്ലീന്, പോസിറ്റീവ്, അൺക്വാളിഫൈഡ് ആൻഡ് കൺവെൻഷണൽ. രണ്ടാമത്തത് ക്വാളിഫൈഡ്, നെഗറ്റീവ്, ക്വാളിഫൈഡ് നെഗറ്റീവ് റിപ്പോർട്ട്. ഇങ്ങനെ പ്രധാനമായിട്ട് രണ്ട് രീതിയിലാണ് ഓഡിറ്റ് റിപ്പോർട്ട് ക്ലാസിഫൈ ചെയ്തത്. ഇനി എന്താണ് ക്ലീൻ റിപ്പോർട്ട്? അതായത് ഇഫ് ആൻ ഓഡിറ്റർ ഈസ് സാറ്റിസ്ഫൈഡ് വിത്ത് ദ എഫേർട്സ് ഓഫ് ദ കമ്പനി ആൻഡ് ഫെയർനെസ് ഓഫ് ദ ഫൈനൽ അക്കൗണ്ട്സ്, he gives a report on various questions which the auditor of the company must answer in his report without any reservation. Modification does not include any qualification. Such a report is called a clean report. അപ്പോൾ ഒരു ഓഡിറ്റർ ഒരു റിപ്പോർട്ടിൽ ഫുൾ അല്ലെങ്കിൽ ഒരു ഓഡിറ്റർ ആ ഓഡിറ്റ് നടത്തിയതിൽ ഫുൾ സാറ്റിസ്ഫൈ ആകുകയും അതിൻ്റെ അക്കൗണ്ട്സിലൊക്കെ അദ്ദേഹത്തിന് വളരെ സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയും അതുപോലെ തന്നെ വ്യാപാര ക്വസ്റ്റ്യങ്ങൾ ചോദിച്ചതിനൊക്കെ കൃത്യമായി മറുപടി കിട്ടുകയും പ്രത്യേകിച്ച് മോഡിഫിക്കേഷനോ റിസർവേഷനോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലുള്ള റിപ്പോർട്ടാണ് ക്ലീൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഈസ് ദ ഏജൻറ്റ് ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ഓൺസ് ഡ്യൂട്ടി ടു ദ മേക്ക് റിപ്പോർട്ട്. അതിൻ്റെ ഒരു സ്പെസിമെൻ കോപ്പി ഞങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നോക്കാം. ഇനി ക്വാളിഫൈഡ് റിപ്പോർട്ട്, രണ്ടാമത്തെ വരുന്ന ക്ലാസിഫിക്കേഷനാണ് ക്വാളിഫൈഡ്. ഇഫ് ദ ഓഡിറ്റർ ഓഫ് ദ കമ്പനി ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് എനി ഓഫ് ദ എക്സ്പ്ലനേഷൻ. അപ്പോൾ എന്തെങ്കിലും ഒരു കേസിൽ ആരെങ്കിലും പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു എക്സ്പ്ലനേഷനിൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ല എങ്കിൽ ഒരുപാട് ഒപ്പീനിയൻസ് പറയുന്നുണ്ട്. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിനെ കുറിച്ചിട്ടോ ബാലൻസ് ഷീറ്റിനെ കുറിച്ചിട്ടോ അതുപോലെയുള്ള പല രീതിയിലുള്ള സജഷൻസോ എക്സ്പ്ലനേഷൻസോ എല്ലാം അതിൽ ഇറഗുലാരിറ്റീസിനെ കുറിച്ചിട്ടൊക്കെ പരാമർശിക്കും. അപ്പോൾ അത്തരത്തിൽ വരുന്ന റിപ്പോർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുക, ക്വാളിഫൈഡ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അതിൽ ക്വാളിഫിക്കേഷനോ മോഡിഫിക്കേഷനോ റിസർവേഷനോ ഒക്കെ അതിൽ ആവശ്യമാണ്. ഓൾസോ കോൾഡ് നെഗറ്റീവ് റിപ്പോർട്ട് ഓർ അഡ്വേഴ്സ് റിപ്പോർട്ട്. ബിഫോർ ദ ഓഡിറ്റർ ഗീവ്സ് എ ക്വാളിഫൈഡ് റിപ്പോർട്ട് ഹി ഷുഡ് ഡിസ്കസ് ദ പോയിന്റ്സ് വിത്ത് ദ ഡയറക്ടേഴ്സ്. ഒരു ക്വാളിഫൈഡ് റിപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നതിന് മുന്നേ അതിലുള്ള എല്ലാ കാര്യങ്ങളും ഡയറക്ടേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്തിരിക്കും. ഏതൊക്കെ രീതിയിലാണ്, ഏതൊക്കെ സർക്കംസ്റ്റാൻസിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ സാഹചര്യത്തിലാണ് ഒരു ഓഡിറ്റർ ക്വാളിഫൈഡ് റിപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്? ഞാൻ ജസ്റ്റ് വായിക്കാം. ഫസ്റ്റ് വൺ, insufficient information regarding the existence or ownership. Then not satisfied with the accounts of the final account. The balance sheet and profit and loss accounts are not in accordance with the books. Incorrect valuation of stock and trade. Inadequate provision of depreciation. Inadequate provision of bad debts. Non-receipt of branch report. Fund wrong treatment. There is a overvaluation or undervaluation of assets. Final accounts may be according to books, but they do not give the information required by the company law. Accounts do not disclose a true and fair view of except when investment has been valued at cost price, where secret reserve have been created. അത് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴാണ് ഒരു ഓഡിറ്റർ എന്ത് കൊടുക്കുന്നത്, ക്ലീൻ റിപ്പോർട്ട്, ക്ലീൻ അല്ല ക്വാളിഫൈഡ് റിപ്പോർട്ട് അല്ലെങ്കിൽ നെഗറ്റീവ് റിപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് കോൺസിക്വൻസസ് ഓഫ് ഗിവിങ് ക്വാളിഫൈഡ് റിപ്പോർട്ട്. ഇപ്പോൾ ഒരു ക്വാളിഫൈഡ് റിപ്പോർട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിന് കുറച്ച് കോൺസിക്വൻസസ് ഉണ്ടാവും. എന്തൊക്കെയാണ്? ഇറ്റ് മേ ലീഡ് ടു എ ഫോൾ ഇൻ ദ വാല്യൂ ഷെയർസ് ഇൻ ദ മാർക്കറ്റിൽ ആ പർട്ടിക്കുലർ ഷെയറിന് ഒരു താഴ്ച സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. നോട്ട് റിന്യൂവൽ ഓഫ് അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റ് നമുക്ക് ഒന്നും കൂടി റിന്യൂ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ അപ്പോയിൻമെൻറ്റ് ഓഫ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ അപ്പോയിൻമെൻറ്റ് നടത്തേണ്ടതായിട്ട് വരും. അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളും ഇതുപോലെ നെഗറ്റീവ് റിപ്പോർട്ട് വരുമ്പോൾ വരാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ. എന്താണ് ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ? ഡ്യൂ ടു ഇൻസഫിഷ്യൻറ്റ് ഇൻഫർമേഷൻ ദ ഓഡിറ്റർ ഈസ് പ്ലേസ്ഡ് ഇൻ ആൻ ഓക്വേർഡ് പൊസിഷൻ. ദർ ഈസ് ദ എവിഡൻസ് ഓഫ് ദ എക്സിസ്റ്റൻസ് ഓഫ് ഓണർഷിപ്പ്. Certain assets or certain books may have lost or destroyed or not shown to the auditor. In such a case, the auditor may not have any sufficient information upon which he can base his opinion. He should report that he has insufficient information to form an financial statement.
ഇപ്പോൾ ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ ചില കേസുകളിൽ ആ ഒരു ഓണർക്ക് അതിൻ്റെ പ്രോപ്പർ കാര്യങ്ങളെ കുറിച്ചിട്ട് ഫുള്ളായിട്ട് അവയർനെസ് ഉണ്ടാവില്ല, ഫുൾ കാര്യങ്ങൾ പറയാൻ അറിയില്ല. അതായത് ഏത് ബുക്കിൽ നിന്നാണ് ഏതാണ്, അതുപോലെ തന്നെ സഫിഷ്യൻ്റ് ഇൻഫർമേഷൻ കുറേ കിട്ടായിക, അതുപോലെ ഏത് അക്കൗണ്ടിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ. ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻ ഡിസ്ക്ലെയിം ചെയ്യും. അപ്പോൾ അത്തരത്തിൽ വരുമ്പോൾ ഇൻസഫിഷ്യൻ്റ് ഇൻഫർമേഷനാണ് ഇതുപോലെയുള്ള ഒപ്പീനിയന് കാരണമാകുന്നത്. ഓക്കെ, ആ ഒരു ക്വാളിഫൈഡ് റിപ്പോർട്ടിൻ്റെ ഒരു സ്പെസിമെൻ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് ഫ്രീ ആകുമ്പം ജസ്റ്റ് നോക്കുക, അതൊന്നും എക്സാമിന് വരില്ല. അതിൻ്റെ ഫോമും നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടിയിട്ട് തന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്. എന്താണ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ? An audit certificate is certificate of truth of the statement that the auditor makes. അതായത് അതിൽ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ട്രൂത്ത് കാര്യങ്ങളൊക്കെ നമ്മൾ സർട്ടിഫിക്കറ്റായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്. അത് ഗീവ്സ് ആൻ ഇംപ്രഷൻ ദാറ്റ് ദ ഓഡിറ്റർ ഈസ് ഇഷ്യൂയിങ് എ ഗ്യാരണ്ടി ഓഫ് ആബ്സല്യൂട്ട് കറക്റ്റ്നെസ് ആൻഡ് ആക്യുറസി ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഹി മേക്സ്. ആൻഡ് ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്തല്ല, സർട്ടിഫിക്കറ്റ് അല്ല, വിച്ച് ഓൺലി സെർട്ടൈൻ ആൻ എക്സ്പ്രഷൻ ഓഫ് ഒപ്പീനിയൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. If the auditable certificate is signed and issued by the auditor is wrong, the auditor will be held responsible and liable. ഓക്കെ, ഒരിക്കലും ഓഡിറ്റ് റിപ്പോർട്ടല്ല എന്ത്, ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്. ഇനി ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് പറയുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാം. മെയിൻ ഡിഫറൻസ് പറയുന്നത് അതിൻ്റെ സ്വഭാവത്തിൽ അല്ലെങ്കിൽ നേച്ചറിൽ എന്തൊക്കെ ഡിഫറൻസ് ആണ് പറയുന്നത്. ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ എക്സ്പ്രഷൻ ഓഫ് ഒപ്പീനിയൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. പക്ഷേ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഓഫ് ട്രൂത്ത് ആണ്, സത്യസന്ധതയ്ക്കുള്ള സർട്ടിഫിക്കറ്റാണ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്. ഇനി ബേസ്ഡ് ഓൺ ഓഡിറ്റ് റിപ്പോർട്ട് ബേസ്ഡ് ഓൺ ഫാക്ട്സ് ആണ്, പക്ഷേ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഇസ് ബേസ്ഡ് ഓൺ ഫാക്ട് ആൻഡ് ഫിഗേഴ്സ് സപ്പോർട്ടഡ് ബൈ വൗച്ചേഴ്സ് ആൻഡ് ഡോക്യുമെൻ്ററി എവിഡൻസസ്. ഇനി ക്ലെയിം ഓഫ് ട്രൂത്ത്. In the accounts of the company's audit, the auditor reports his opinion, but he never certifies the accounts as 100% true and audit report contains 100% truth. 100% ട്രൂത്തിന് നമ്മൾ സർട്ടിഫൈ ചെയ്യുന്നതാണ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഇനി ഗ്യാരണ്ടി ഓഫ് ട്രൂത്ത്. ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ടെസ്റ്റാണ്, പക്ഷേ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ട്രൂത്തിൻ്റെ ഒരു ഗ്യാരണ്ടിയാണ്. ഇനി ലയബിലിറ്റി ഓഫ് ദ ഓഡിറ്റർ. If a signed report by an auditor happens to be wrong, he cannot be liable, for he simply expressed his opinion, but he signed a certificate. അതായത് ഓഡിറ്റ് റിപ്പോർട്ടിൽ എന്തെങ്കിലും ഫോൾട്ട് വരികയാണെങ്കിൽ ഓഡിറ്റർക്ക് അത്ര വലിയ ലയബിലിറ്റി ഇല്ല, കാരണം ചേഞ്ച് ചെയ്താൽ മതി. പക്ഷേ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ നമുക്കതിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ട്. ദ ഓഡിറ്റർ ഷുഡ് ബി ലയബിൾ ഫോർ ദാറ്റ് പർട്ടിക്കുലർ ഐറ്റംസ്. ഓക്കെ, ഇത്രയാണ് ഓഡിറ്റ് റിപ്പോർട്ടും ഓഡിറ്റ് സർട്ടിഫിക്കറ്റും തമ്മിലുള്ള ഡിഫറൻസിൽ പറയുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് റിപ്പോർട്ട്സ് ഓൺ കോർപ്പറേറ്റ് ഗവേണൻസ്. എന്തൊക്കെയാണ് ഈ റിപ്പോർട്ട്സ് ഓൺ കോർപ്പറേറ്റ് ഗവേണൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? Corporate governance means transparency and accountability in providing information to the shareholder and public. അതായത് പബ്ലിക്കിനായാലും ഷെയർ ഹോൾഡേഴ്സിനായാലും അക്കൗണ്ടബിലിറ്റി ട്രാൻസ്പെറൻസി ആയിട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതൊരു മാൻഡേറ്ററി റിക്വയർമെൻ്റ് ആണ്. അണ്ടർ ക്ലോസ് 49 പ്രകാരം എവറി ലിസ്റ്റഡ് കമ്പനി ഷാൾ നൗ ഹാവ് സെപ്പറേറ്റ് സെക്ഷൻ ഓൺ കോർപ്പറേറ്റ് ഗവേണൻസ് ഇൻ ദ ആനുവൽ റിപ്പോർട്ട് ഓഫ് ദ കമ്പനി. ഒരു കമ്പനിയുടെ ആനുവൽ റിപ്പോർട്ടിൽ തന്നെ ഇപ്പോൾ തന്നെ ഒരുതരം എല്ലാ കമ്പനികളും അതിൽ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം വയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഷുഡ് ബി ഗിവൺ, ഈ സെക്ഷനിൽ പറയുന്നത് നോൺ കംപ്ലയൻസ് ഓഫ് എനി മാൻഡേറ്ററി റിക്വയർമെൻറ്റ്, റീസൺസ് ഫോർ സച്ച് നോൺ കംപ്ലയൻസ് ആൻഡ് ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് ദ കമ്പനി ഹാസ് അഡോപ്റ്റഡ് ഓർ നോൺ മാൻഡേറ്ററി റിക്വയർമെൻറ്റ്. എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നത്, ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. ഓക്കെ, ഇനി സർട്ടിഫിക്കറ്റ് ഓഫ് കംപ്ലയൻസ്, സർട്ടിഫിക്കറ്റ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്, അതിൻ്റെയൊക്കെ ഫോർമാറ്റാണ് നമ്മളിവിടെ പറയുന്നത്. നിങ്ങളത് അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട. ഓരോ കമ്പനിക്ക് എന്തൊക്കെ സ്പെസിമെൻ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്ന കാര്യങ്ങൾ. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് ചോദിക്കാം. ഓക്കെ.